ഇരിട്ടി ഉൾപ്പെടെയുള്ള മലയോര കർഷകർക്ക് വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കർഷകർക്ക് സ്വാധീനമുള്ള, പള്ളിക്ക് സ്വാധീനമുള്ള, പള്ളികൾക്ക് സ്വാധീനമുള്ള, റബ്ബറിന് സ്വാധീനമുള്ള മലയോര കർഷകരുടെ നാട്ടിൽ, പരമ്പരാഗതമായി കോൺഗ്രസ് മാത്രം കൂടുതൽ കാലവും ജയിക്കുന്ന നാട്ടിൽ എന്തിനാനൊരു നേർച്ചക്കോഴിയെ പോലെ ഒരു വനിതയെ കൊണ്ട് കൊടുത്തത്? അതും കെ ശൈലജ ടീച്ചറിനെ പോലുള്ള ഒരാളിനെ. അങ്ങനെ ആ സീറ്റ് ജയിപ്പിച്ചെടുക്കാനാണെങ്കിൽ വി കെ സനോജിനെ പോലെയുള്ള ചെറുപ്പക്കാരെ ഇട്ടിട്ടല്ലേ സണ്ണി ജോസഫിനെ പിടിച്ചു കെട്ടേണ്ടത്? എന്താണ് പിണറായി വിജയൻ്റെ അസൂയ, കുശുമ്പ്, കുന്നായ്മ, കുത്തിത്തിരിപ്പ്? ജി സുധാകരനെ ഇതുപോലെ കുത്തിത്തിരിച്ച് അദ്ദേഹം വേറെ സ്വതന്ത്രനായിപ്പോയി. തോമസ് ഐസക്കിനെ കടലിലും വെള്ളത്തിലുമല്ലാതെ എടുത്ത് റോഡിലിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. തെക്ക് വടക്ക് നടക്കും. ഇനിയിപ്പോൾ കുറേ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിമറിക്കും. നരേന്ദ്രമോദിയെയും ആഗോളവൽക്കരണവും സാമ്രാജ്യത്വവും എണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഒരു കാര്യമില്ലാത്ത രീതിയിലേക്ക് പിച്ച് ചീന്തി കളഞ്ഞു തോമസ് ഐസക്കിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയത്തെ. എന്നാൽ പാർട്ടിയിൽ സ്ഥാനം കൊടുക്കൂ, അതുമില്ല. അവിടെയാണ് പേരാവൂർ എന്ന് പറയുന്ന കോൺഗ്രസ് 2021 ജയിച്ച സണ്ണി ജോസഫ് ജയിച്ചു, 2016 ജയിച്ചു, 2015 ജയിച്ചു. അതിനു മുമ്പ് സുധാകരൻ അവിടെ ജയിച്ചിട്ടുണ്ട്. കെ രാമേന്ദ്രൻ ഇടതുപക്ഷ പിന്തുണയോട് കെ രാമേന്ദ്രൻ ജയിച്ചതൊക്കെ ആദ്യം പറയുന്നുണ്ട്. ബാക്കിയെല്ലാം പിന്നെ കേരള കോൺഗ്രസിൻ്റെ എഡ്വേർഡ് മാത്യു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എത്രയോ കാലമായി, മാത്രമല്ല നേരത്തെ ഒരു പ്രാവശ്യം ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ച് തോറ്റു എന്നൊരു കണക്കും കാണുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാണ് ഈ ടീച്ചറിനെ കൊണ്ടുപോയി നേർച്ചക്കോഴിയായി കൊടുത്തത്? അവർ ശരിക്കും മത്സരിക്കാതിരിക്കണമായിരുന്നു. അന്തസ്സോടുകൂടി ഞാനില്ല എന്ന് പറഞ്ഞവർ ഒന്നുകിൽ സ്വതന്ത്രയായി മത്സരിക്കണം. അതിനവർക്ക് മനസ്സനുവദിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് അവർക്ക് അകത്തു നിന്നവർ പോരടിക്കണമായിരുന്നു. അവർ ഒരു കാരണവശാലും മത്സരിക്കാൻ പോവില്ലായിരുന്നു. ജയിച്ചാലും തോറ്റാലും അവരുടെ രാഷ്ട്രീയ ഭാവി ചോദ്യം ചെയ്യപ്പെടും. എങ്ങനെ എന്നുള്ളതല്ലേ? ജയിച്ചാൽ ഇതുപോലത്തെ മത്സരങ്ങളിലേക്കായിരിക്കും ഇനി അവരെ കൊണ്ട് തള്ളി 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 അവരുടെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കും. തോറ്റാൽ ഇതോടുകൂടി അവരുടെ എല്ലാ ഇമേജും ഇല്ലാതാകും. ഇപ്പോൾ വടകരയിൽ മത്സരിച്ചു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിനോടൊപ്പം തോറ്റ് തുന്നം പാടി വല്ലാത്ത രീതിയിൽ തോറ്റു. വലിയ വോട്ടിനാണ് അവർ തോറ്റത്. ലക്ഷക്കണക്കിന് വോട്ടിനാണ് അവർ തോറ്റുപോയത്. ഇപ്പോൾ ഇതാ പേരാവൂരിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു. പേരാവൂർ എന്ന് പറയുന്നത് വലിയ രീതിയിൽ കോൺഗ്രസിന് അടിത്തറയുള്ള, സംഘടനാ ബലമുള്ള, ക്രിസ്ത്യാനിറ്റിക്ക് വലിയ സ്വാധീനമുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര ഒരു സ്വാധീനവുമില്ലാത്തൊരു മണ്ഡലമാണ് പേരാവൂർ. അവിടെ കൊണ്ട് നിർത്തിയതിനെക്കുറിച്ച് സ്മൃതി പരുത്തിക്കാടിനോട് MA ബേബി ഒരു ഇൻ്റർവ്യൂവിൽ, റിപ്പോർട്ടർ ചാനലിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ ഇങ്ങനെ ജയിക്കാത്ത സ്ഥലങ്ങളിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടിട്ട് പരീക്ഷണം നടത്തുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്താ MA ബേബി സഹാവെ പറയുന്നത്? ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ്. പിണറായി വിജയന് അദ്ദേഹത്തെക്കാൾ കഴിവ് തെളിയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരു വനിത നാളെ അവർക്ക് കൃത്യമായി സ്ഥാനങ്ങൾ കൊടുത്ത് അവർ ജയിച്ച് കയറി വന്നാൽ അവരെ നാളെ മുഖ്യമന്ത്രി ആക്കണം. കാരണം അല്ലെങ്കിലും വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് കേരളത്തിൽ വരികയും അതിൽ ഇടതുപക്ഷത്തു നിന്ന് കെ ശൈലജയുടെ പേരിങ്ങനെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ശൈലജയെ വെട്ടാൻ തീരുമാനിച്ച്, ശൈലജയെ കിട്ടിയ ഒരു അവാർഡ് പോലും വാങ്ങണ്ട എന്ന് പാർട്ടി തീരുമാനിച്ച് ശൈലജയെ വെട്ടി കൊന്ന് കൊല വിളിച്ച് നേർച്ചക്കോഴിക്ക് കൊടുക്കാൻ വേണ്ടി നിർത്തിയിരുന്നു. ഇതേ സ്ഥലത്ത് മട്ടന്നൂരിൽ ശൈലജ മത്സരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളവിടെ മത്സരിക്കണ്ട, നിങ്ങൾക്ക് സീറ്റില്ല ഇപ്രാവശ്യം. അവസാനം കരഞ്ഞ് വിളിച്ചുകൊണ്ട് അധികാരമോഹമുണ്ടോ ടീച്ചറെ എന്ന് ആളുകൾ പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അവസാനം നിങ്ങൾ പേരാവൂരിലേക്ക് പോയി. പക്ഷേ നിങ്ങളെ കുരുതി കൊടുക്കാനാണ് പേരാവൂരിലേക്ക് നിങ്ങൾ അയച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, പാർട്ടി മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ജയിക്കുന്നതും തോൽക്കുന്നതുമൊക്കെ ജനം തീരുമാനിക്കട്ടെ, അതിനകത്ത് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ അവിടെ വളരെ വലിയ വേരോട്ടമുണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസും വലിയ സ്വാധീനമുള്ള 3 പ്രാവശ്യം തുടർച്ചയായി MLA ആയിരിക്കുന്ന സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ നിങ്ങൾ സാധാരണ വെള്ളമൊന്നും കുടിച്ചാൽ പോരാ, ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. ഈ ഒന്നാമത് വേനലും കൂടെയാണ്, നല്ല കടുകട്ടി വേനലിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ഒരുപാട് ജ്യൂസ് നിങ്ങൾ കുടിക്കേണ്ടി വരും. പക്ഷേ കാര്യമില്ല ടീച്ചറെ, നിങ്ങൾ അവിടെ പോയി മത്സരിച്ചത് പുലിമടയിൽ ചെന്നിട്ടാണ് നിങ്ങൾ മത്സരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ജയിച്ചാൽ ചിലപ്പോൾ ജയിച്ച് വന്നിട്ട് പറയും ഞാൻ തോൽപ്പിച്ചില്ലേ. പക്ഷെ അതൊരു രാഷ്ട്രീയമല്ല. നിങ്ങളെപ്പോലുള്ള ഒരാളിനെ CPM പോലൊരു പാർട്ടി ഇങ്ങനെ ഒരു പരീക്ഷണ ഗിനിപ്പന്നികളെ പോലെ ചെയ്യും പോലെ ഇങ്ങനെ ഒരു പരീക്ഷണ വസ്തു ആക്കുകയേ ചെയ്യരുതായിരുന്നു. കാരണം നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടെയാണ്. നിങ്ങളെ കൊണ്ട് പരീക്ഷിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നത് ഭയങ്കര വലിയ സംഭവമായിരിക്കണം. സണ്ണി ജോസഫ് ഇപ്പോൾ KPCC പ്രസിഡൻ്റായി എന്നുള്ളതല്ലേ ഉള്ളൂ. നമുക്കറിയാം ഒരു പ്രത്യേക
CPM കോൺഗ്രസിനകത്തുള്ള ഇക്വേഷൻസ് വന്നപ്പോൾ പ്രസിഡൻ്റായി എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാതെ കെ സുധാകരനെയൊക്കെ പോലുള്ള കണ്ണൂരിലെ സിംഹമൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ പോയി മത്സരിച്ച് ശരിയായില്ല. നിങ്ങൾ അവിടെ ജയിക്കും എന്നുള്ളതിന് ഒരു തെളിവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെയും ഈ പറഞ്ഞുള്ള തോറ്റിട്ടുണ്ട്. അവിടെ തോറ്റിട്ട് നിൽക്കുന്ന ആളാണ്. നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക്. പക്ഷേ തീർച്ചയായിട്ടും സണ്ണി ജോസഫിൻ്റെ ഒരു സ്ട്രോങ് ആയ മണ്ഡലത്തിൽ പേരാവൂരിൽ നിങ്ങൾ പോയത് ശരിയായില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. മലയോര കർഷകർക്ക് വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. കോൺഗ്രസ്സിന് വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. പള്ളിക്കൊക്കെ വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. സണ്ണി ജോസഫ് അവരുടെ സ്വന്തം പുത്രനാണ്. അവിടെ പോയി ശൈലജ ടീച്ചർ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത് ഒരിക്കലും ശരിയല്ല. നിങ്ങൾ കൂത്തുപറമ്പിലോ വേറെ ഒത്തിരി മണ്ഡലങ്ങളുണ്ടല്ലോ, മട്ടന്നൂർ തന്നെ വേണമെന്നില്ല, തലശ്ശേരിയിലോ കൂത്തുപറമ്പിലോ മറ്റേതെങ്കിലും ഷുവർ സീറ്റിൽ കുറേ കൂടി ജയിക്കാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷത്തിന് കുറേ കൂടി സാധ്യതയുള്ള ഒരു സീറ്റിൽ മത്സരിച്ചിരുന്നെങ്കിൽ മനോഹരമാകുമായിരുന്നു. പക്ഷേ നിങ്ങളെ ഒരു നേർച്ചക്കോഴിയെ കൊണ്ട് കൊലയ്ക്ക് കൊടുക്കുന്ന പോലെ, കുരുതിക്ക് കൊടുക്കുന്ന പോലെ അതിലും പിണറായി വിജയൻ ചിരിക്കുകയാണ്. ആ ചിരിയിൽ ഗോവിന്ദൻ മാഷിൻ്റെ ഒരു ചിരിയും കൂടെയുണ്ട്. ഇതൊരു കൊലച്ചിരിയാണ്. കാരണം നീയൊന്നും അങ്ങനെ എൻ്റെ പാർട്ടിയിൽ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പണം തരുന്ന പാർട്ടിയിൽ, ഞാൻ പൈസ പിരിച്ചു തരുന്ന പാർട്ടിയിൽ, ഞാൻ ഏകഛത്രാധിപതി പോലെ വാഴുന്ന പാർട്ടിയിൽ അങ്ങനെ രണ്ടാമതൊരു തല വളരണ്ട, രണ്ടാമതൊരു തല ഉയരേട്ട് വരികയും വേണ്ട, എങ്കിൽ വെട്ടിയിരിക്കും എന്ന് പറഞ്ഞ് ഓരോന്നിനായിട്ട് വെട്ടി. MA ബേബിയെ കേന്ദ്രത്തിലേക്ക് കൊടുത്ത് വെട്ടി. എന്നിട്ട് ഇവിടെ ഒരു കാര്യമില്ല, ചുമ്മാ MA ബേബി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തുകൊണ്ട് നടക്കുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ MA ബേബിക്കൊന്നും ചെയ്യാനില്ല. CPM-ന് ഇപ്പോൾ പ്രകാശ് കാരാട്ടോടിൻ്റെയും സീതാറാം യെച്ചൂരിയുടെയും കാലം കഴിഞ്ഞതോടുകൂടി, പാർട്ടിക്കാലം കഴിഞ്ഞതോടുകൂടി MA ബേബിക്ക് ഇന്ത്യ മുന്നണിയിലോ ദേശീയ രാഷ്ട്രീയത്തിലോ ഒന്നും ചെയ്യാനില്ലാത്ത, സിനിമയും കണ്ട് പിന്നെ ഈ ഓൺലൈൻ ചാനലുകളിൽ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് നടക്കാമെന്നുള്ളല്ലാതെ MA ബേബിക്ക് ദേശീയ രാഷ്ട്രീയത്തിലൊന്നും ചെയ്യാനില്ല. അങ്ങനെ അദ്ദേഹത്തെ ഒതുക്കി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് സുധാകരനെ പുറത്തായതല്ല, സുധാകരൻ പുറത്തുപോയി. ഇപ്പോൾ അതേ സ്വതന്ത്രനായി നിൽക്കുന്നു. UDF പിന്തുണയോടുകൂടി തോമസ് ഐസക് ഞാൻ പറഞ്ഞു തെക്ക് വടക്ക് നടക്കുന്നു. ആ സമയത്ത് എല്ലാവരെയും തലയരിഞ്ഞു ജയരാജന്മാരെ മാത്രം നിർത്താൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയമാക്കി കേരള രാഷ്ട്രീയത്തെയും CPM-നെയും മാറ്റിയെടുക്കാൻ പിണറായി വിജയനും സംഘത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് ശൈലജ ടീച്ചറിനെ കൂടെ വെട്ടി കൊല വിളിച്ചപ്പോൾ വന്നിരിക്കുന്നത്. അവർ ഇനി എത്ര വോട്ടിന് തോറ്റുപോകുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇനി ജയിക്കുകയാണെങ്കിൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും. ഒരുപക്ഷെ അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ പൊളിറ്റിക്സിൽ സംഭവിക്കട്ടെ.